ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ റെസിപ്പി നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ വീട്ടുകളിൽ ഉണ്ടാക്കിയിരുന്ന പോലെ ഒരു ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കച്ചുളയൊക്കെ നന്നായിട്ട് അതിൻ്റെ പീലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞും കൂടി എടുക്കാം. ഇതുപോലെ തീരെ ചെറുതാക്കി നമുക്കിതിനെ ഒന്ന് നുറുക്കിയെടുക്കാം. ഇപ്പം എല്ലാ ചുളയും നമ്മൾ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഏത്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം സാധാരണ ഇടാറില്ല. അപ്പം ഇതും നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചക്ക മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഇത് സാധാരണ ഉണ്ടാക്കാറ്. ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ബട്ടറൊക്കെ ഒന്ന് ഉരുകിത്തിറങ്ങട്ടെ. ബട്ടർ അല്ലെങ്കിൽ നെയ്യായാലും മതി കേട്ടോ. ഇതൊക്കെ ഉരുകിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചക്ക ഇനി ഒരു 3/4 വേവോളം നമുക്കിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാം. ഇപ്പം നമ്മുടെ ചക്ക ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുത്തൊന്ന് വഴറ്റാം. ഇപ്പോൾ ഏത്തപ്പഴം ഇതിൽ കിടന്നൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 സ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിലും ഇടാം കേട്ടോ, മധുരത്തിനനുസരിച്ച്. ഇതിപ്പോൾ ചക്കയ്ക്ക് നല്ല മധുരമുള്ളതാണ്. ഇതിന് പകരം നമുക്ക് ശർക്കര പാനി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിട്ട ശർക്കരയൊക്കെ നന്നായിട്ടൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് തേങ്ങയുടെ 2ാം പാലാണ്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാൽ കിടന്നിട്ട് ചക്ക ഒന്ന് നന്നായിട്ട് വേകണം. നമുക്കപ്പോൾ ഈ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇതൊരു വലിയ കഷ്ണം ചുക്കും 3-4 ഏലക്കയും കൂടി പൊടിച്ചതാണ് കേട്ടോ. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇതിൽ കിടന്നൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റണം. അപ്പോൾ ഈ ചക്കയിലേക്ക് നമ്മൾ ചുക്കിടണത് ദഹനത്തിന് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഗ്യാസോ അല്ലെങ്കിൽ വയറുവേദനയൊന്നും ഉണ്ടാവുകയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ചുക്ക് പൊടിച്ചത് ഇടുന്നത്. പിന്നെ ഇതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി വരും. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റി വരുന്നുണ്ട്. ചക്കയൊന്ന് നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒഴിച്ച ആദ്യത്തെ 2ാം പാൽ മുഴുവൻ തന്നെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു അരമുറി തേങ്ങയുടെ പാലേ എടുത്തിട്ടുള്ളൂ കേട്ടോ മൊത്തമായിട്ട്. അപ്പം ഈ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിനി തിളയ്ക്കണ്ട കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചക്കയും ഏത്തപ്പഴവും ഒക്കെ കൂടി തിളപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.